ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് പലരും വാട്സപ്പിലൊക്കെ എനിക്ക് അയച്ചു തുടങ്ങി. എന്താണ് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തതാണോ അതോ വീഡിയോസ് ഒന്നും ഇപ്പോൾ ഇടാറില്ലേ എന്നുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ടൈറ്റ് ഷെഡ്യൂളായി പോയി. മോൻ്റെ എക്സാം ആയിരുന്നു, അതുപോലെ തന്നെ കോളേജിൽ കുറച്ച് കാര്യങ്ങൾ തിരക്കുകൾ, പിന്നെ കോളേജിലെ കുട്ടികളെയും കണ്ട് ടൂർ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി വന്നപ്പോൾ ഇതൊന്നും റെസ്ക്യൂസ് അല്ല എന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഏതൊരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റേതായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ നല്ല എന്തെങ്കിലും ഒരു കണ്ടൻറ്റ്, വെറുതെ ഒരു വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, നല്ലൊരു കണ്ടൻറ്റ് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമും കൂടി വരുന്നതല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത് തന്നെ, അതായത് എൻ്റെ അടുത്ത് ഹസ്ബൻഡ് ചോദിച്ചൊരു കാര്യമാണ്, ഇപ്പം എന്താ നിനക്ക് വീഡിയോ ഒന്നും എടുക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞത് സമയമില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പറഞ്ഞ ഒരു ഡയലോഗിൽ നിന്നാണ് ഇന്നത്തെ ഒരു കണ്ടൻറ്റ് എനിക്ക് കിട്ടിയത്. എന്നെപ്പോലെ നിരന്തരം നമ്മളൊരു ദിവസം കേൾക്കുന്ന, ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു കാര്യമായിരിക്കും അല്ലേ, എവിടെയും സമയമില്ല എന്നുള്ളത്. ഇപ്പോൾ പേരൻസ് കുട്ടികളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കടയിൽ പോകും, ഒരു സാധനം വാങ്ങിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയമില്ല, ഹോംവർക്ക് ഉണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ട്, എനിക്ക് സമയമില്ല. ഇതെല്ലായിടത്തും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. ഹസ്ബൻഡ് നമ്മളുടെ അടുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും പറയാറുണ്ടാവില്ല ചിലപ്പോൾ, 100 കൂട്ടം പണിയുണ്ട്, എനിക്കതിനൊന്നും സമയമില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഓഫീസിലേക്കുള്ള യാത്രയിലാണെങ്കിലോ, രാവിലെ തിരക്ക് പിടിച്ച് 20 മിനിറ്റ് യാത്രയാണെങ്കിൽ നമ്മൾ 15 മിനിറ്റ് കൊണ്ട് എത്താൻ പാകത്തിനായിരിക്കും. കാരണം ലേറ്റായിട്ടുണ്ടാവും ഓൾറെഡി. അപ്പോൾ 15 മിനിറ്റ് കൊണ്ട് അത് എത്തിക്കാനുള്ള വ്യഗ്രതയിലായിരിക്കും എല്ലാവരും. രാവിലത്തെ നേരം റോഡിലൊക്കെ അറിയാമല്ലോ അല്ലേ, ട്രാഫിക് നിയമങ്ങളൊന്നും ആയിരിക്കില്ല, അവിടെ പറക്കുകയായിരിക്കും എല്ലാ ആളുകളും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് വലിയ ഒരു കാര്യമാണ് ഈ സമയം എന്ന് പറയണത്. സമയത്തെ പിടിച്ചു നിർത്താനായിട്ട് ആർക്കും സാധിക്കില്ല. പിന്നെ എല്ലാവർക്കും ജീവനുള്ളതും അല്ലാത്തതുമായ എല്ലാ ചരാചരങ്ങളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഈശ്വരൻ കൊടുത്തേക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂറേ ഉള്ളൂ. അതിൽ മാത്രം ജാതിയില്ല, അതുപോലെ മറ്റൊരു യാതൊരു പാർഷ്യാലിറ്റി ഇല്ല. എല്ലാവർക്കും ഉള്ള സമയം എന്ന് പറയുന്നത് 24 hours തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ സമയത്തെ മാനേജ് ചെയ്യാമെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. പക്ഷേ എങ്കിലും ഏറ്റവും ആദ്യം സമയത്തിന് എന്താണ് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു വില. ആദ്യം നമുക്ക് തന്നെ നമ്മൾ എന്താണ് ഒരു വില നിശ്ചയിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത് നിങ്ങൾ എന്താണ് സമയത്തിന് കൊടുത്തിരിക്കുന്ന വില. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് നമ്മുടെ ഒരു കുറച്ചധികം പൈസ ഉണ്ടായിരുന്ന ഒരു പേഴ്സ് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് വിചാരിക്കുക. ഇല്ലെങ്കിൽ ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ എന്താ വില, ഒരു 4 പവൻ്റെ അല്ലെങ്കിൽ 5 പവൻ്റെ ഒരു മാല ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്താണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത്രയും ഒരു സങ്കടപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഈ മോഷ്ടിച്ചുകൊണ്ട് പോയ വസ്തുക്കളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് തിരിച്ച് കിട്ടിയേക്കാം, ഇല്ലെങ്കിൽ കാലങ്ങൾ കൊണ്ട് നമുക്കത് ഉണ്ടാക്കുകയും ചെയ്യാം. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഈ ലോകത്തുള്ളൂ, സമയം എന്ന് പറയുന്നത്. അത് പോയതാണ്. ഇപ്പോൾ ഇന്നലെ എന്ന് പറയുന്ന ഒരു ഡേറ്റ്, ആ ഡേറ്റിലുള്ള കാര്യം ഇനി ആ ദിവസം എന്ന് പറയുന്നത് നമുക്ക് വരില്ല അല്ലേ. ഇപ്പോൾ 16/2/2025 എന്ന് പറയുന്ന ഒരു ദിവസം ഇനി വരില്ല. അടുത്ത മാസവും 16-ാം തീയതി ഉണ്ടാവുമായിരിക്കും. വരും വർഷം 16/2 ഫെബ്രുവരിയിൽ 16 എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാവുമായിരിക്കും. പക്ഷേ 16/2/2025 എന്ന് പറയുന്ന ഒരു ദിവസം ഇനി വരില്ല. അപ്പോൾ ഇതാണ് പറയുന്നത്, സമയം എന്ന് പറയുന്നതിൻ്റെ വില. അത് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടിയിട്ടും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഒരു പക്ഷേ നിങ്ങളെ ഈ ഒരു വീഡിയോ സഹായിച്ചേക്കാം. അപ്പോൾ ഒരുപാട് ഞാൻ ലാഗ് എടുപ്പിക്കുന്നില്ല, നേരെ ടോപ്പിക്കിലേക്ക് വരാം. എങ്ങനെയാണ് നമുക്ക് സമയത്തെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുക? സമയത്തെ മാനേജ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം. വെറുതെ പഠിക്കുന്നതിൻ്റെ പിന്നിലെ മാത്രമല്ല, ഇപ്പോൾ ജോലി ചെയ്യുന്നത് കൊണ്ടുള്ളതല്ല ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്നതിന്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിന് ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യം എന്താണ് എന്ന് ആദ്യം തന്നെ നിങ്ങൾ തിരിച്ചറിയുക. അത് ഓരോരുത്തരെ സംബന്ധിച്ചപ്പോൾ ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ പറയും, എന്ത് ഇങ്ങനെ ജീവിച്ച് അങ്ങോട്ട് പോണു, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോണു, ഇങ്ങനെ ആൻസർ പറയുന്നവരുണ്ടാവും. പക്ഷെ അതല്ല, നമ്മളൊക്കെ ജീവിക്കുന്നതിൻ്റെ പിന്നിൽ, കാരണം നമ്മളൊരു വില നിശ്ചയിക്കണം. ചിലർ പറയില്ലേ, ആർക്കും വേണ്ടാത്തൊരു പാഴ്ജന്മമായി പോയി എൻ്റെ. ഈ ആർക്കും വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മളാണ് നമുക്ക് വില നിശ്ചയിക്കേണ്ടത്.
ആർക്കും വേണ്ടാത്ത ഒരാളാണെന്ന് കരുതി അവർക്ക് എന്തെങ്കിലും സംഭവിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഒരു ഡോക്ടർ അവരെ നോക്കാതിരിക്കുമോ? ആ ഡോക്ടർ കൊടുക്കുന്ന ആ ജീവൻ്റെ ഒരു വില എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഒരു വിലയുണ്ട്. നമുക്ക് നമ്മുടേതായ ഒരു ലക്ഷ്യം ഉണ്ടാവുകയും വേണം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ലക്ഷ്യം തീരുമാനിക്കുക. എന്നിട്ട് അതിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക, മുൻഗണന കൊടുക്കുക. ഏതൊക്കെ ആദ്യം എന്നുള്ളത് തീരുമാനിക്കുക. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ സെറ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യം മാത്രമാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ഓരോരുത്തർക്കും അതൊരു ടൈം ടേബിളായിട്ട് റുട്ടീനായിട്ടൊന്നും ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നില്ല. ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്തി നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഞാൻ തന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ്, ഞാൻ തന്നെ പറഞ്ഞില്ലേ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ്. ഇപ്പം ഞാൻ ഇങ്ങനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് 2 മണിക്കൂർ സമയം ബാക്കിയാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, 24 മണിക്കൂറിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും 2 മണിക്കൂർ സമയം എനിക്ക് മിച്ചം പിടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഉറപ്പായിട്ട് സമയം ബാക്കിയാകും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട കാര്യത്തിൽ ഒന്ന്, എന്നെ സംബന്ധിച്ച് ഞാൻ HCE എന്ന് പറഞ്ഞ് 3 ഡിവൈഡ് ചെയ്തേക്കാണ്. H എന്ന് പറയുന്നത് ഹോം, നമുക്ക് വീട്ടിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. C ഫോർ കരിയർ, എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതിനെത്ര സമയം എന്നുള്ളത്. E ഫോർ എൻ്റർടൈൻമെൻറ്റ്. അപ്പം ഞാൻ ഈ 3 പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ കരിയറിന് സ്ഥാനം കൊടുക്കുകയാണ്. കാരണം ജോലിയില്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെ സംബന്ധിച്ച് എൻ്റേതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതായത് ഞങ്ങളുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെ നിറവേറ്റണമെങ്കിൽ കയ്യിൽ എന്ത് വേണം? മണി വേണം. അപ്പോൾ തീർച്ചയായിട്ടും കരിയർ എന്നുള്ളതിന് ഇപ്പം ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ കരിയറിന് എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 10 to 3 ഞങ്ങളുടെ വർക്കിംഗ് ടൈം. എന്നാൽ പോലും 9:30 ക്ലോക്ക് ഇൻ ചെയ്യണം, 4 മണിക്കാണ് ക്ലോക്ക് ഔട്ട് ചെയ്യേണ്ടത്. ഈ 9:30 ക്ലോക്ക് ഇൻ ചെയ്യണമെങ്കിൽ ഞാൻ 9:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോരാ. കാരണം വീടും കോളേജും തമ്മിൽ, ജോലിസ്ഥലവും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. കോളേജ് ബസ്സിനാണ് പോയി വരണത്. അപ്പോൾ 8 മണി തുടങ്ങി വൈകിട്ട് ഒരു 5 മണി വരെയുള്ളൊരു ടൈം കരിയറിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചേക്കാണ്. സാധാരണ ദിവസത്തെയാണ് കേട്ടോ, പബ്ലിക് ഹോളിഡേ, സൺഡേ അതിലൊന്നും അല്ല ഈ പറയുന്നത്. അപ്പോൾ 8 to 5 എന്ന് പറയുമ്പോഴത്തേക്കും 9 മണിക്കൂർ ടൈം അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ 24 മണിക്കൂറിൽ 9 മണിക്കൂർ എന്ന് പറയണത് ഞാൻ കരിയറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. ഇനി ആ കരിയറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്നതിൽ തന്നെ വീണ്ടും ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അതായത് ലെക്ചറിങ് ടൈം എത്രയാണ്? അപ്പോൾ നമുക്ക് ഒരു ദിവസം 3 അവർ അല്ലെങ്കിൽ 4 അവറൊക്കെ ആയിരിക്കും മാക്സിമം വരിക. അപ്പോൾ അതിലേക്കുള്ളത്, അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം, അതുപോലെ മറ്റുള്ള കാര്യങ്ങളുണ്ടാവും. ലോഗ് ബുക്ക്, അറ്റൻഡൻസ്, ഇൻറ്റേർണൽ മാർക്ക്, ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നത്, ഇങ്ങനെയുള്ളതുമായി, അല്ലെങ്കിൽ പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അതിൽ ടൈം മാറ്റിവെക്കും. പ്ലസ് യാത്ര, അതും അതിനകത്ത് വരും. അപ്പോൾ 24 മണിക്കൂറിൽ നിന്ന് 9 മണിക്കൂർ പോയാൽ ബാക്കി 15 മണിക്കൂർ. ഈ 15 മണിക്കൂറിനെ ഞാൻ ഹോം ആൻഡ് എൻ്റർടൈൻമെൻറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അടുത്തത് ഞാൻ സെക്കൻഡ് കൊടുക്കുന്നത് ഫാമിലി, ഹോം. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് ചെയ്ത് തീർക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനെ നോക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതിനായിട്ട് എന്തായാലും ഒരു 1.25 മണിക്കൂർ ടൈം അവിടെ വേണം. പിന്നെ രാവിലെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് തയ്യാറാക്കുന്നതിനായിട്ട് എങ്ങനെ വന്നാലും ഒരു 1.5 മണിക്കൂർ ടൈം കുറഞ്ഞത് കുക്കിങ്ങിനായിട്ട് വേണം. അപ്പോൾ അങ്ങനെ ഓരോന്നും പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ കുക്കിംഗ്, ക്ലീനിങ്, വാഷിംഗ്, അതുപോലെ തന്നെ ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ, പിന്നെ ഫാമിലി ടൈം എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ വെറുതെ സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2-3/4 മണിക്കൂർ ടൈം, അത് മിക്കവാറും ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ വീട്ടിലെ ജോലികൾ, കാര്യങ്ങളൊക്കെ ഞാനായിട്ട് മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ 6 മണിക്കൂർ ടൈം ഒരു ദിവസം വീടിന് വേണ്ടിയിട്ടും വേണം. ഓക്കെ, ഇനി ഈ 6 മണിക്കൂറിന് എടുക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം മാറ്റി വെച്ചായിരുന്നു, ഉറക്കത്തിന് വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കും, അത് വിട്ടിട്ടൊരു കാര്യമില്ല അല്ലേ എന്നിപ്പോൾ എന്നെ അറിയുന്നവർ പറയുമായിരിക്കും ഞാൻ ഭയങ്കര ഒരു ഉറക്കപ്രേമിയാണ് എന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ അതല്ല, ഞാൻ ഹാപ്പി ആയിരിക്കുന്നതിലും ഞാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും എൻ്റെ ആരോഗ്യം കാര്യങ്ങളെല്ലാം ഉറക്കത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 7 മണിക്കൂർ ടൈം, 8 മണിക്കൂർ എന്നൊക്കെ പറയും, പക്ഷേ ഒരു 7 മണിക്കൂർ ടൈം അതിന് വേണ്ടിയിട്ടും മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ 7 മണിക്കൂറൂടെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഓൾറെഡി 9 മണിക്കൂർ കരിയറിന് വേണ്ടിയിട്ട് വേണം. 7 മണിക്കൂർ ആ കരിയർ നന്നായിട്ട് പോകണമെങ്കിലും വീട്ടിലെ ജോലികൾ നന്നായിട്ട് പോകണമെങ്കിലും ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നെ താങ്ങി നിർത്തുന്ന ഒരു ഘടകമാണ് ശരിയായ രീതിയിലുള്ള ഉറക്കം. പലരും 3 മണിക്കൂർ 4 മണിക്കൂർ മാത്രമേ ഉറങ്ങാൻ സമയം കിട്ടാറുള്ളൂ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് എന്ന് പറയുന്നവരുണ്ട്.
അത് വളരെ ഒരു അപകടമാണ്. നമ്മളിപ്പോൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് ശരീരം തന്നെ ഓരോരോ സൂചനകൾ തന്ന് തുടങ്ങും. അപ്പോൾ 7 മണിക്കൂറും മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ 15 മണിക്കൂറിൽ നിന്ന് 7 മണിക്കൂർ മാറ്റി വെച്ചാൽ ഇനി മിച്ചം 8 മണിക്കൂറേ ഉള്ളൂ. ആ 8 മണിക്കൂറിൽ നിന്നാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ വീട് എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ട് 6 മണിക്കൂർ ടൈം മാറ്റി വെച്ചു. ബാക്കി 2 മണിക്കൂറുണ്ട് എന്ന തിരിച്ചറിവ് ഞാനിത് ടൈം ടേബിൾ എഴുതി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ 2 മണിക്കൂറാണ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാറ്റിയിരിക്കുന്നത്. എന്താ ഈ എൻ്റർടൈൻമെൻറ്റ്? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സിനിമ കാണുന്നവരാണെങ്കിൽ അങ്ങനെ, സിനിമ കാണാൻ 2 മണിക്കൂർ പോരാന്ന് എനിക്കറിയാം. സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതൊക്കെ നോക്കിയിരിക്കാനും യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾക്കിങ്ങനെ കാണാനും, അതുപോലെ തന്നെ നമ്മൾ തന്നെ ഒരു ടൈം നിശ്ചയിക്കുക. ഇത് പറഞ്ഞു വരുമ്പോൾ ഞാനൊരു കാര്യം പറയാം. നേരത്തെ ഈ പറയുന്ന എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് മണിക്കൂറുകൾ ചിലവഴിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഫോൺ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഒന്നെങ്കിൽ വാട്സപ്പിൽ ചുമ്മാ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയണേ യൂട്യൂബിൽ വെറുതെ ഓരോ വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് ബെനിഫിറ്റ് കിട്ടുന്നതാണോ അല്ലയോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല, ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. കണ്ടുകൊണ്ടിരുന്ന 50% ഡേറ്റ യൂസ്ഡ് എന്നുള്ളൊരു വാണിംഗ് വരുമല്ലോ, അത് വന്നു കഴിയുമ്പോൾ കുറച്ച് നേരം എടുത്ത് വയ്ക്കും, പിന്നെയും വരും. അതായത് നെറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം വൈകുന്നേരത്തിന് മുമ്പ് തന്നെ എൻ്റെ 90% ഡേറ്റയും തീർത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഈ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ എന്നാ തുടങ്ങിയ മാസങ്ങളായിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം കേട്ടോ. ഈ മാസങ്ങൾ കൊണ്ട് യൂട്യൂബിലുണ്ടായിട്ടുള്ള വളർച്ചയും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പം ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഒരു യൂട്യൂബറായിട്ടല്ല. മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളെ പോലെ ഇതുപോലെ യൂട്യൂബ് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ടൈം വെറുതെ കളഞ്ഞുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. എന്താണ് എനിക്കതിൽ നിന്ന് കിട്ടിയത്? നമ്മൾ പലപ്പോഴും പല വീഡിയോസും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അല്ലേ, നമ്മുടേതായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്. എന്നിട്ട് ഒന്നിനും സമയമില്ല എന്ന് പറയും. ഈ കാണുന്നവർ, വീഡിയോ ചെയ്യുന്നവർക്ക് ബെനിഫിറ്റ് ഉണ്ട്, അവർക്ക് വ്യൂസ് കിട്ടും, അവർക്ക് ഡോളറായിട്ട് വരികയും ചെയ്യും. കാണുന്ന നമുക്ക് എന്താ പ്രയോജനം? എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടുന്ന തരത്തിലുള്ള, അപ്പം നമ്മൾ തന്നെ നോക്കുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ഒരുപാട് വീഡിയോസ് വരും, നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് വേണ്ടത്? ഇപ്പം നമുക്കൊരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് സന്തോഷമാണ്. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ചോദിച്ചപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞത്, ഇപ്പം ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, റെഡിയാവുന്നു, ഇതൊക്കെ നിങ്ങൾ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? ഇതൊക്കെ എല്ലാവരും ഡെയിലി അവരുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല. ഞാൻ പൊതുവെ അങ്ങനത്തെ വീഡിയോസ് അധികം സെർച്ച് ചെയ്ത് കാണാറുമില്ല. അതുകൊണ്ട് പക്ഷേ എന്ന് കരുതി അത് ചെയ്യുന്നവരെ നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം അത് കാണുന്നതിലും ചിലർക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ അവരങ്ങനെ ചെയ്യുന്നുണ്ട്, കാര്യം വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്, കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ അടുക്കും ചിട്ടയായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ചിലപ്പോൾ കാണുന്നവർക്ക് കിട്ടും. അതും നല്ലൊരു കാര്യമാണ്, അതും പോസിറ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റി എന്ത് തന്നെ എടുത്താലും പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമോ എന്നും കൂടെ നോക്കിയതിന് ശേഷം നമുക്കതിലേക്ക് ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, എങ്ങനെയൊക്കെ ആയാലും ഒരു മാസം ഒരു 250 രൂപയൊക്കെ മുടക്കി 1 GB അല്ലെങ്കിൽ 1.5 GB ഒക്കെ എടുക്കുന്നവരായിരിക്കും എല്ലാവരും. ഈ 1.5 GB മുടക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇത്രയും 10-250 രൂപ മുടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കാണുന്നവർക്കും വേണ്ടേ? അപ്പോൾ അത് കൂടി നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കാര്യങ്ങളും അതിനൊപ്പം നടക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതെന്തുകൊണ്ട് നിങ്ങളുടെ അടുത്തും കൂടെ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് വീഡിയോയുടെ കാര്യം പറഞ്ഞത്. അപ്പോഴാണ് ഞാനും വിചാരിച്ചു, ഒരു കണ്ടൻറ്റും പ്രത്യേകിച്ചില്ലാതെ വെറുതെ എന്താണ് വന്നിരുന്ന് ഇങ്ങനെ വാചകം അടിച്ചിരിക്കുന്നത്. അപ്പോഴാണ് വിചാരിച്ചത്, ഇതുപോലെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. ഏതിനും സമയം കിട്ടും, നമ്മൾ പ്ലാൻ ചെയ്യാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്കൊരു 50,000 രൂപ പെർ ഹെഡ് തന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് 2 ദിവസം ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി താമസിക്കാം, അതിൻ്റെ ഫുൾ ചിലവും കമ്പനി വഹിക്കുകയാണെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യില്ല. ആ 2 ദിവസം എവിടെ പോകണം, ആദ്യം തന്നെ ഏത് സ്ഥലത്ത് പോകണം, അവിടെ എന്തൊക്കെ കാണണം, എവിടെ താമസിക്കണം, എന്തൊക്കെ ഫുഡ് കാര്യങ്ങൾ നോക്കണം, ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നോക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഈ സമയവും ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആദ്യം തന്നെ എല്ലാവർക്കും 24 hours അല്ലേ ഉള്ളൂ, അതിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കരിയർ എന്ന് പറഞ്ഞത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ വീട്ടമ്മമാർ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല.
നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങളുടേതായ രീതിയിൽ മാറ്റാം. അതായത് വീട്ടമ്മമാരെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ അവരുടെ ജോലികൾ. അപ്പോൾ അവരുടെ കരിയർ എന്ന് പറയുന്നത് വീടുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക്, അതുപോലെ അവരുടെ ഇഷ്ടമുള്ള ഹോബി കാര്യങ്ങൾ, അതൊക്കെ എൻ്റർടൈൻമെൻറ്റിലേക്ക് മാറ്റാം. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് കരിയർ എന്നുള്ള സ്ഥാനത്ത് അവരുടെ സ്കൂൾ കോളേജ് ടൈമിങ് കാര്യങ്ങൾ, പഠിത്തം, അതിന് വേണ്ടിയിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. റിട്ടയർഡ് ലൈഫ് ആസ്വദിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണെങ്കിൽ അവരും ബുക്ക് വായിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ, റീഡിങ് ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ടൈം എടുക്കാം. പിന്നെ കൃഷി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർ റിട്ടയർ ആയാലും വെറുതെ ഇരിക്കില്ലല്ലോ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആ ടൈം അവർക്ക് വിനിയോഗിക്കാം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യൂ. പ്രയോറിറ്റൈസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അർജൻ്റ് ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. അത് വീടാണെങ്കിൽ വീട്, കരിയർ ആണെങ്കിൽ കരിയർ, എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ട് എന്ന് തിരിച്ചറിയാതെ നമ്മൾ സമയം പാഴാക്കുക. അപ്പോൾ ഈ രീതിയിൽ 24 hours നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് അതിന് മണിക്കൂർ നിശ്ചയിക്കുക. ടൈമൊന്നുമല്ല, ഏകദേശം ഒരു മണിക്കൂർ നിശ്ചയിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഏകദേശം ഒരു 2-3 ദിവസം ഫോളോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഒരു ഫ്രീ ആകുന്നതായിട്ട് തോന്നും. നമുക്ക് തന്നെ ഇതിനാണോ ഞാൻ ഇത്രയും നാൾ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അല്ലാണ്ട് വേറെ റുട്ടീനൊന്നും ഞാൻ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് ടൈമിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് നോക്കൂ. സമയത്തിൻ്റെ വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്